എന്നത്തെയും പോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളും വർത്താനങ്ങളും ഒക്കെ ആയിട്ട് ടോപ്പ് സിംഗർ സീസൺ 6 വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ പാട്ടുകാരെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് പുതിയ പുതിയ പാട്ടുകൾ പാടാനും. പിന്നെ അവർക്ക് കുറെ വിശേഷങ്ങൾ നമ്മളടുത്ത് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം. ആദ്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ടോപ്പ് സിംഗറിലെ ഏറ്റവും പ്രത്യേകത, ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ടോപ്പ് ബാൻഡ്. മധുമക്കളെ, ഇനി നമ്മുടെ കണ്ണൂരിന്ന് ഒരു മിടുക്കൻ പാട്ടുകാരൻ എത്താൻ പോവാണ്. ആര്യ ചേച്ചി ഹാപ്പിയാണോ? വെരി ഹാപ്പി. കണ്ണൂരിന്ന് കേൾക്കുമ്പോ അവിടെ നടക്കുന്ന ഒരു സന്തോഷം ഉളവാക്കും ഒരാള്. നമ്മുടെ ജഗത്താണ് എത്തുന്നത്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഭയങ്കര സന്തോഷമാണെന്നോ. ആനന്ദം ജഗദാനന്ദം സംഗീതം. മിസ്റ്റർ ജഗത്, നല്ല കോസ്റ്റ്യൂം ആണല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട്. മൊത്തം ആര് മേടിച്ചാടാ ഉടുപ്പ്? അമ്മാമയാ? ഓ, അമ്മമ്മ ഇത്രയും ഫ്രീക്ക്. അമ്മമാള് ഫ്രീക്ക് ചെയ്യാന്ന് തോന്നുന്നു. എന്താ വിശേഷം? പിന്നെ ആദ്യത്തെ എപ്പിസോഡൊക്കെ കണ്ടു. എന്നിട്ട് എന്നെ പറഞ്ഞു എല്ലാരും? എല്ലാരും നല്ല ഹാപ്പിയാണ്, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ താമസിക്കുന്ന ഒരു വില്ലേജല്ലേ? ഇഷ്ടപ്പെട്ടോ അവിടെയൊക്കെ? ഇഷ്ടപ്പെട്ടു. അയൽവക്കത്താരാ? മുകളില് പിന്നെ ദിയ രജിത്ത് പറഞ്ഞൊരു ഇവിടത്തെ ദിയ കുട്ടി, പിന്നെ നന്ദന ചേച്ചി. നന്ദന ചേച്ചി ആടിയിരിക്കുന്ന നന്ദന പാട്ട് പഠിക്കുന്ന സമയത്ത് മൊത്തം പോയി ശല്യം ചെയ്യുന്ന ഒരു ന്യൂസ് ഞാൻ കേട്ടു. ഇന്നലെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. 24 ന്യൂസിൽ. അതെ, 24 അതെ. പറഞ്ഞു പരത്തി. നന്ദന പി സരസൻ അല്ലേ? സരസമായി മറുപടി പറയൂ. നന്ദന തുറന്നു പറയൂ. അതെ, അത് സത്യമാണോ? ഡോറിന് വിട്ടിട്ട് ഓടൂ അല്ലേ? പക്ഷെ ഇടക്കല്ല ആണല്ലേ? ഇടയ്ക്ക് മതിയല്ലോ. അപ്പൊ എന്തായാലും കൊള്ളാം, വേഷം കൊള്ളാം. താങ്ക് യു. ഏത് പാട്ടാ പറഞ്ഞേ? മഞ്ചാടി മണി കൊണ്ട്. മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം നിറഞ്ഞു. അത് ഏത് സിനിമയിലെ പാട്ട്? ആരെഴുതി, ആര് സംഗീതം ചെയ്തു, ഏത് വർഷം എന്നെല്ലാം പറഞ്ഞോളൂ. സിനിമ ആധാരം 1992. ഓക്കെ. ലിറിക്സ് ജോൺസൺ മാഷ്. കൊള്ളാം, നന്നായിട്ട് എഴുതുമായിരുന്നു. കൊള്ളാം, നല്ല. ആണോ? ലിറിക്സ് കൈതപ്രം സാറ്, സംഗീതം ജോൺസൺ മാസ്റ്റർ, പാടിയത് ദാസേട്ടൻ. വെരി ഗുഡ്. ഇനി ഒന്നും പറയാനില്ലല്ലോ? ഇല്ല, പറയാനില്ല. അഭിനയിച്ചതാരാ? അഭിനയിച്ചത് മുരളിയേട്ടനും സുരേഷ് ഗോപി. മുരളിയേട്ടനോ? മുരളി അങ്കിൾ. എന്നെ എന്താ വിളിക്കണേ? മുരളി സാർ എന്ന് വിളിച്ച് പറഞ്ഞാലും മതി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. നന്നായി പാടി വരൂ കുട്ടി. നന്നായിട്ട് പാടൂ, ഐശ്വര്യമായിട്ട് പാടി വരൂ. ഓൾ ദി ബെസ്റ്റ്.
ഗുഡ്. താങ്ക് യു സാർ. കോറസ് ഗുഡ്. മിസ്റ്റർ ജഗദാനന്ദൻ. ജഗത് കിഷോർ ആണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, അതിനെന്തിനാ ഇങ്ങനെ നിക്കണേ? എന്തിനാ? കൈ ഫ്രീ ആയിട്ടിട്ടോളൂ. ആ ഓക്കെ. ബൈക്ക് താഴെ പോണു. ഇങ്ങനെ നിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. താങ്ക് യു സാർ. മാക്സിമം നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്, അത് പറയാതിരിക്കാനും വയ്യ. താങ്ക് യു. എനിക്ക് തോന്നിയതേ പാട്ടിന്റെ ട്യൂണൊക്കെ എല്ലാം ഭൂരിഭാഗം കറക്റ്റ് ആണ്. അതിന്ന് മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഭാവം. ഇങ്ങനെ മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം നിറഞ്ഞു തില്ലാന പാടുന്ന വനമലർ കിളിയായി മനസ്സ് തങ്ക മനസ്സ് ആരതി പൂത്തിങ്കൾ ദൂരെ തൊഴുതുണർന്നു. അങ്ങനെ ഒരു ഫീൽ. അതെ, കാരണം ഇങ്ങനെ ആന്തരികമായിട്ട് ഇങ്ങനെ പാടിപ്പോകുന്ന പോലെ തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ. കുറച്ചും കൂടെ ഫീലു ആണ്. യെസ്, ഫീലു. അത് വേറെ പാട്ട്. ഓക്കെ, അപ്പൊ അതാണ് എനിക്കൊന്ന് മിസ് ചെയ്തത്. പിന്നെ ശ്രുതി, പിന്നെ ചില സ്ഥലങ്ങളിലെ സംഗതി, അതൊക്കെയാണ് എനിക്ക്. പക്ഷെ ചരണത്തിലെ അനുപല്ലവിയിലെയും പല ഭാഗങ്ങളും ചില ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടമായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നല്ല മിടുക്കനാണ്, നന്നായിട്ട് പാടാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ്. ജഗദാനന്ദക ഹരഗ ജഗദാനന്ദക ഹരഗ ജഗദാനന്ദക രഗ ജയ ജാനകി പ്രാണനായക ജഗദാനന്ദക രഗ ജയ ജാനകി പ്രാണനായക ജഗദാനന്ദ. അവന്റെ പേരിലാണ് ഞാൻ ഈ പാട്ട് മുഴുവൻ പാടിയത്. ജഗത് എന്തോ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. അതേ സ്റ്റൈല് നമ്മള് ബേസ് നോട്ട്സ്, അതായത് താഴെയുള്ള ഭാഗങ്ങൾ പാടുമ്പോഴും കിട്ടണം. അതിന് കുറച്ച് എക്സസൈസസ് ഒക്കെ ഉണ്ട്, അറിയോ? ലൈക്ക് വരില്ലേ? നല്ല നല്ല പോസ്ചർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അത് എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്രയും നേരം പിടിച്ചു നിൽക്കാം. ചെയ്യാറുണ്ട്. ശ്വാസം മുഴുവൻ എടുത്തിട്ട് പിയോ 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 അപ്പൊ അതാണ്. അപ്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ അടിപൊളിയായിട്ട് നല്ല സ്ട്രെങ്ത്തില് എല്ലാ റേഞ്ചും നമുക്ക് പാടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡി പോസ്ചർ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, മൈക്ക് പിടിക്കുന്ന മൈക്ക് ആക്ച്വലി മോർണിംഗ് ഇങ്ങനെ പിടിക്കുന്നത് ഈ ദേഹത്തോട് ചേർത്ത് വെച്ച്, പകരം നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ പിടിച്ചിട്ട് പാടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ജഗത്ത് അപ്പം അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. പക്ഷെ ഇനിയും നന്നായി പാടാൻ പറ്റും. ഓക്കെ, നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോനെന്താ വെച്ചാ അസലായിട്ട് പാടി കളയുന്നുണ്ട് വേസ്റ്റ് ആക്കുന്നു. ആ പാടി കളയാണ്. ഒരു സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മേളിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ വിട്ടുകളയാണ്. അപ്പൊ ഒരു ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഭയങ്കര സമാധാനം. ഓ, ഈ ലൈൻ കഴിഞ്ഞല്ലോ. എന്റെ ജോലി കഴിഞ്ഞെന്നാണ്. ഇതൊരു ജോലിയല്ല. എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യുന്നില്ല എന്നല്ല, മോൻ എൻജോയ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ കളയണ്ട, നമുക്ക് എടുത്ത് ഇവിടെ വെക്കാം.
അപ്പൊ ഇനിയൊരു കാര്യം ചെയ്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെ പാടി അപ്പൊ എന്നാ ഒരു സംഗതി പാടിയിട്ട് അത് പോക്കറ്റിൽ ഇടാൻ പറ്റുമോ? തിരിച്ച് വേണുഗാനം അവിടെ പോക്കറ്റ് ഇല്ലായിരുന്നു. ബാൻഡിലല്ലോ. വേണുഗാനം അയ്യോ അപ്പോഴത്തേക്ക് താളം അടുത്ത ലൈൻ അടുത്ത ലൈൻ തുടങ്ങണം. മിസ് ചെയ്യൂലേ? അടുത്ത ലൈൻ മിസ് ചെയ്യൂലേ? പെട്ടെന്നായിരിക്കണം, എല്ലാം പെട്ടെന്നായിരിക്കണം, വളരെ പെട്ടെന്നായിരിക്കണം. പിന്നെ ആ നീല അല്ലെ, ആ നീല ലതയിൽ നിന്നല്ലേ? അതെ, അപ്പൊ നീലലതയിൽ. അത് ദീർഘമായിട്ട് വേണം, ആ നീല ലതയിൽ എന്നുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് കുളിരാം കുന്നിലായി നിഴലൂർന്നു വീണു. കുളിരാം കുന്നിലായി നിഴലൂർന്നു വീണ വഴി നീളേ. അവിടെയാണ് ടാലന്റ്. യെസ്, വെരി ഗുഡ്. സൂപ്പറാണ്. ആ കുന്നിരായി പാടാനും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പാട്ട് പാടി കളഞ്ഞെങ്കിലും നീ ഒരു മിടുക്കനാണേ. ഞാൻ സമ്മതിച്ചേ, നീ ഒരു മിടുക്കനാണ്. ആക്ഷൻ ഞാൻ പറയും മിടുക്കനല്ലത്. വേണം ഞാൻ മിടുക്കനാന്ന് നിങ്ങൾക്ക് മൂന്നാക്കും അറിയാന്ന് എനക്കറിയാം. ആർക്ക് എങ്ങനെ എപ്പോ ആരെപ്പോ പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾ ഇപ്പൊ പറഞ്ഞേ. ഇനി എന്നാ നീ മിടുക്കനാടാ. അപ്പൊ മിടുക്കനായിട്ട് ഓർമ്മ വെക്കുക. ആ. അടുത്ത ഒരു പെർഫോമൻസ് വരുമ്പോഴത്തേക്കും ഗംഭീരാക്ക കേട്ടോ. താങ്ക് യു. ഇപ്പൊ തന്നെ ഗംഭീരാണ്. ഉം. കേട്ടിനി കണ്ടിനി. വേണ്ടേ, മാർക്ക് വേണ്ടേ? പിന്നെ വേണ്ടാണ്ട് You are awarded 96.75 out of 100. താങ്ക് യു. അതെല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ, പിയോ പിയോ പറഞ്ഞോണ്ട് പൊക്കോടാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞോണ്ട് പോ. പിയോ 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 പിയോ. ഈ ഡോക്ടർമാര് എനിക്ക് ഓ പിയോ 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 വെച്ച് പറയണ പോലെ ഉണ്ട്. അഖേദിനെ വിളിക്കാണ്. ലെറ്റ്സ് വെൽക്കം അഖേദി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ ഹലോ, ഹലോ ഹലോ ഹലോ. ആരാണ് ഹലോ, ഹലോ. പളപള തിളങ്ങുന്നത്? തിളക്കം തിളക്കം സ്റ്റേജിലോട്ട് നോക്കാൻ ഫുൾ തിളക്കം. ഉഗ്രൻ ഡ്രസ്സാണല്ലോ അല്ലേ? താങ്ക് യു. ഇത് തമിഴ്നാട്ടിലോട്ടാണോ പോകുന്നത്? ഗുജറാത്തി സ്റ്റൈൽ അല്ലേ? ഗുജറാത്തിയാണോ? നല്ല തിളക്കം അല്ലേ? അതെ അതെ അതെ. ഭയങ്കര തിളക്കം. പണ്ട് കുന്നക്കുടി വൈദ്യനാഥൻ സാർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ ഞാൻ കച്ചേരി ചെയ്യാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ. അപ്പൊ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ രാഗം കഴിയുമ്പോൾ ഓരോ സംഗതിയാണ്. ഇന്ന് കോസ്റ്റ്യൂം. താങ്ക് യു. അപ്പൊ ഏതാണ് പാട്ട്? നെറ്റിമേലെ പൊട്ടിട്ടാലും. തഞ്ചാവൂർ. ആ ചുമ്മാ അല്ല, ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാടാണ്. അതെന്താ പിന്നെ തഞ്ചാവൂർ ഗുജറാത്തിലാണോ? അല്ല, ഡ്രസ്സിന്റെ പറ്റിയ. ആണോ? തഞ്ചാവൂർ കറക്റ്റ് ആയിരുന്നു. മീനുട്ടി, എന്തോ തഞ്ചാവൂർ ഗുജറാത്തിൽ എവിടെയാ? തഞ്ചാവൂര് തമിഴ്നാടാ കേട്ടോ. ആണോ? തമിഴ്നാട്ടിൽ എവിടെയാ? തമിഴ്നാട് തഞ്ചാവൂര്. തമിഴ്നാട് തഞ്ചാവൂരാണോ? ഈസ്റ്റേൺ പാർട്ടിലായിട്ട്. ഈസ്റ്റേൺ പാർട്ടോ? ഈസ്റ്റ് എന്ന് പറഞ്ഞ എവിടെയാ? ഈസ്റ്റ് എന്ന് വെച്ചാ ഈസ്റ്റ് അതൊരു മലയാളം സ്ഥലം. കിഴക്ക്. കിഴക്ക്. അതാണ് ഈസ്റ്റേൺ പാട്ട് എന്ന് ഒത്തിരി പറയുന്നത്. തെറ്റിക്കല്ലേ. ഇനി ഞാൻ നേരെ ഓപ്പോസിറ്റ് പറയും. അത് മറ്റേ ഇതില് പറയുന്നില്ലേ, സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്ക് എന്ന് അതാണ് അതാണ് തമിഴ്നാട്ടിൽ ഒരു ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് തഞ്ചാവൂർ ആണെങ്കിൽ അത് തഞ്ചാവൂർ എന്ന് നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് പുതിയ തിയറി കൊണ്ടുവരും. തഞ്ചാവൂർ പെരിയ കോവിൽ. തഞ്ചാവൂർ കുട്ടി ഡീറ്റെയിൽസ് പറയാമോ? ഡീറ്റെയിൽസ് പാടിയത് ചിത്രാമ, മ്യൂസിക് മോഹൻ സിത്താര സാർ. ദാസേട്ടനും പാടിയിട്ടുണ്ടല്ലോ കൂടെ. ദാസേട്ടനാണ് ചിത്ര ചേച്ചി എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് ഈ പാട്ട്. ഞാൻ കേട്ടത് ചിത്രാമ. ഒരു സിംഗിൾ വെർഷൻ, മാത്രമുള്ള സോളോ version. വെർഷൻ ആണ്. ഓക്കെ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. മൂവി മൂവി വെള്ളിയേട്ടൻ, വർഷം 2000. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഹായ്
മോളെ, വെരി ഗുഡ് വെരി ഗുഡ്. MJ അങ്കിളാ ഈ പാട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേന്ന് തോന്നുന്നു. ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എനിക്കും വളരെ ഇഷ്ടമായി ഗഞ്ചിറ. ഗഞ്ചിറ അത് ടോൺ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. യെസ് യെസ് യെസ്. അത് വലിയ വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഹരിശങ്കർ സർ, അതെ അതെ അതെ, ഹരിശങ്കർ അതുപോലുള്ള എത്രയോ പേര് അവരുടെയൊക്കെ ഇത് കേട്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തിലിരുന്നിട്ടുണ്ട്. ഈ ഇതിൽ ഋതം മെയിൻ ആയിട്ട് നമ്മുടെ ഗഞ്ചിറയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മുരളി ചിരിക്കുന്നുണ്ട്. എന്തൊക്കെ നമ്പറാണ് ഇയാള് കാണിക്കുന്നത്. കുട്ടൻചേട്ടൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ മണിക്കുയിലെ. മണിക്കുയിലുണ്ട് പല പാട്ടുകൾ ഉപയോഗിച്ചു. പല പാട്ടുകൾ. നമ്മുടെ മുരുകനാണ് ഒരുപാട് എനിക്ക് വേണ്ടിയിട്ട് വായിച്ചിട്ടുള്ളത്, പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ മുരുകൻ. അഗീതിക്കുട്ടി ഇങ്ങനെ ഒരു പാട്ട് പാടിയോണ്ട് നമുക്ക് ഇത് കേൾക്കാൻ പറ്റി അതെ. അല്ലേ? പിന്നെ ഇതേ സാറ് ഗഞ്ചിറ വായിക്കുന്നു. ഗഞ്ചിറയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ എന്താ പറയാന്നറിയോ? നോർത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടെ ഇവോൾവ് ആയിട്ട് ഖഞ്ചരി എന്ന് പറയും. ഖഞ്ചരി ആക്ച്വലി നേപ്പാൾ, പിന്നെ പറഞ്ഞില്ലേ ഗുജറാത്തിലൊക്കെ ഖഞ്ചരി എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ ഒരു ഇവോൾവ് ആയിട്ട് അങ്ങനെയാണ് പറയാ. ജസ്റ്റ് പെട്ടെന്ന് ഓർമ്മ. തിയറീസ് ഓഫ് എവല്യൂഷൻ. യെസ്, എവല്യൂഷൻ, ഡിഫറെന്റ് പ്ലേസസ്. അതുപോലെ നമ്മുടെ മുഖർശങ്ക് ഇല്ലേ, നമ്മുടെ ഇവിടെ ശാസ്ത്രീയ സംഗീതം പാടുമ്പോൾ കൂടെ ഘടത്തിന്റെ കൂടെ മുഖർശങ്കും കാണും. നമ്മുടെ യാകുത്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൾഡസ്റ്റ് ഹാബിറ്റാറ്റബിൾ പ്ലേസ് ഫോർ ഹ്യൂമൻസ്. അതായത് മനുഷ്യന്മാര് താമസിക്കുന്ന ഏറ്റവും തണുപ്പുള്ള ലോകത്തിലെ സ്ഥലമാണ്. അതെ, റഷ്യ. അവിടെ സൈബീരിയ, അവിടെയാണ് പിന്നെ ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ജോഹാർ പൈൽ. അതെ, അവിടുത്തെ കുട്ടികളൊക്കെ അവരെങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ? ഈ ബോൺസ് ഇല്ലേ, എല്ലുകൾ വെച്ചിട്ട് ആണ് അവരിത് ഉണ്ടാക്കുന്നത്. കുട്ടികളെ അവർ പഠിപ്പിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ ഒരു ടോൺ ആയതുകൊണ്ട് ഈ മഞ്ഞായിരുന്നാലും വളരെ ദൂരം സഞ്ചരിക്കാനുള്ളൊരു കഴിവ് ആ ഒരു ടോണിന്, ആ ഒരു ശബ്ദത്തിനുണ്ട്. അതുകൊണ്ട് ആ ഇൻസ്ട്രുമെന്റ് അവർ ഭയങ്കരമായിട്ട് ട്രഡീഷണലി യൂസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കണേ അല്ലേ? ഗഞ്ചിറ, മുഖർശങ്ക്, ജോഹാർ അല്ലേ? അങ്ങനെ ഒരുപാട് മ്യൂസിക്കിന് ഒരുപാട് റിതംസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ പാടിയെന്ന്? കുഴപ്പമില്ലാതെ പാടിണ്ടാവും. ഉണ്ടാവുന്നല്ലേ പാടി, സംശയമില്ല. കുഴപ്പമില്ലാണ്ടല്ലോ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, അത് സംശയമില്ല. ഒരു കാര്യമാണ്, ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ പാടുമ്പോൾ ഈ ട്യൂൺ ഒന്ന് ശ്രദ്ധിച്ചാ, ഇപ്പൊ ഞാൻ ഏതിലാണ് സ്ട്രെസ് ചെയ്യുന്നത്? ആ രണ്ടാമത്താണ് അതില് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഗിരീഷേട്ടനൊന്ന് എഴുതുന്നത് നെറ്റിമേലെ ആ ഇറ്റ അവിടെ വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഫ്റ്റ് ഒരു അക്ഷരം വെച്ചാൽ അത് സുഖാവില്ല. അപ്പൊ ടാ ടീ ഇതെല്ലാം നമ്മൾ സ്ട്രെസ് ചെയ്യണം. അപ്പൊ എങ്ങനെ പാടും? നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടു ചുറ്റി പൂവെച്ചാലും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ജിം തട ജിം പടക്കും ജിം ടാപ് ജിം ടാപ് ജിം ടാപ് ജിടാപ് തടാ എന്ന് വയ്ക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? നെറ്റിമേലെ പൊട്ടിട്ടാലും അതെവിടെയെങ്കിലും എത്തൂ ഇല്ല. ഇപ്പൊ മോൾ അങ്ങനെ പാടിയെന്നല്ലേ പറഞ്ഞേ? ഈ രീതിയിൽ കാണണം. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്കും എവിടെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് അവിടെ അറ്റാക്ക് ചെയ്യണം. ഓക്കെ, എന്നാലും ശരിയാവും. എന്ത് ചെയ്യണം? അറ്റാക്ക് ചെയ്യണം. ഓക്കെ മധു, അറ്റാക്ക് ചെയ്യുക. എന്തോ സത്യമുള്ളവളെ എന്തോ എനിക്കിഷ്ടപ്പെട്ടു പാടിയത്. പല്ലവിയൊക്കെ നന്നായിട്ട് തോന്നുന്നു. പല്ലവി നന്നായെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അനുപല്ലവിയും ചില ഭാഗങ്ങളും ചരണവും ചില ഭാഗങ്ങൾ നന്നായിരുന്നു. ചാർത്താൻ ചന്ദ്രകാന്ത മണിത്താലി അത് ചരണം കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്തൊക്കെ ഫിനിഷിങ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അതില് എവിടെയെങ്കിലും? അത് സെയിം തന്നെയാണല്ലോ. അതാണ് അത് തന്നെ, അതാണ് കറക്റ്റ് ആവാനത്. അത് സ്പീഡിൽ വരണം. അതാണ് പ്രശ്നം പറ്റിയത്. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ തന്നെ ചന്ദ്രകാന്ത മണിത്താലി പനിനീർ പൂവേ എത്താൻ ഹൈ പിച്ചിലേക്ക് പോകുമ്പോ അത് കുറച്ചും കൂടി ഒന്ന് എത്താനുണ്ടായിരുന്നു. പിന്നെ ആനന്ദ ഭൈരവി എന്നാണ് പാടിയത്. പിന്നെ ചരണത്തില് തമ്പുരു എന്നുള്ളടത്ത് ആ താന്നല്ല കേൾക്കണേ, തുമ്പുരു എന്ന് കേൾക്കുന്നുണ്ട്. തമ്പു താ ഓപ്പൺ ആയിട്ട് പറയണം. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നന്നായിരുന്നു. അഖേതി കുട്ടി, മധുചേട്ടൻ ഈ തമ്പുരു പറഞ്ഞതുപോലെ
വസന്തം എന്ന് വരുന്ന ഭാഗം അവിടെ വേ എന്നുള്ള വേറൊരു പ്രൊനൗൺസിയേഷൻ ആണ് അവിടെ കേട്ട്. വ വ വ വ ആ അങ്ങനെ വരണം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ചിലപ്പം പാടുമ്പോൾ സൈഡിൽ ചിലപ്പോൾ ഹാർമോണി പാടും, ചിലപ്പോൾ ആഡ്ലിപ്സ് പാടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വായിക്കും, ചിലപ്പോൾ ഒരാൾ അതിലേ നടന്നു പോവും, ഇതിലേ നടന്നു പോവും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ നേരത്തെ നോട്ട് ചെയ്തത് ചരണം പാടിയപ്പോൾ ലാസ്റ്റിൽ അവിടെ കുറച്ച് കോറസ് അവർ ടീം നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരു പോർഷൻ പാടിയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അഗൈതി കുട്ടിയുടെ ശ്രദ്ധ അങ്ങ് പോയി പെട്ടെന്ന് ആ ലാസ്റ്റ് പാട്ടിലെത്തുമ്പോൾ. അപ്പൊ അത് ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ല. എന്താണ് അവർ പാടുന്നത് നമ്മൾ അതിൽ ശ്രദ്ധിക്കാം, എന്നിട്ട് ശ്രുതി ചേർത്ത് ഒരുമിച്ച് പാടുക എന്നല്ലാതെ അത് കേട്ടിട്ട് പെട്ടെന്ന് പേടിയായിട്ട് ഇങ്ങനെ ചെയ്ത് അയ്യോ പാനിക് ആവരുത്. അതെ അതെ അല്ലേ, ഇതിലൊരു ചെറിയ സ്റ്റെപ്സ് ഒക്കെ കിട്ടിയിരുന്നു ഡാൻസിന്റെ. ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറ. ഈ ഒറ്റ വലിയ കാര്യം പറയാവോ? ഒറ്റ കാര്യം പറയാവോ? ഓക്കെ ശരി ശരി. വലിയേട്ടൻ പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ആ അതേപോലെ തന്നെ എനിക്കുണ്ട് ഒരു ഏട്ടൻ. ആണോ? ആ ഏട്ടൻ 10th-ലാണ്. അതേപോലെ എനിക്ക് പറയാൻ വന്ന കാര്യം, ഇവൻ എന്തെങ്കിലും അമ്മേന്റെ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞ അമ്മ അച്ഛനും അതിനെല്ലാത്തിനും സപ്പോർട്ടാ. എവിടെ അച്ഛനവൻ? അതെ അതെ. എവിടെയുണ്ട് ഏട്ടൻ? ഏട്ടൻ വന്നിട്ടില്ലല്ലോ, അതല്ലേ ഇത്ര ധൈര്യം. അതാണ് അങ്ങനെ പറയൂ. ഏട്ടൻ എന്തായാലും ടിവിയിൽ വരുമ്പോ കാണുമല്ലോ കാണും, അതാണ് പേടി. പേടി. അപ്പോ ഇവന് എന്താണ് ഫ്രണ്ട്സിന്റെ കൂടെ എന്തെങ്കിലും ഇങ്ങനെ കറങ്ങാനൊക്കെ പോവല്ലോ. അപ്പൊ അങ്ങനെ എവിടേക്ക് പോവാണെങ്കിലും അച്ഛനും അമ്മേന്റെ അടുത്തും പോയി ചോദിക്കുമ്പോ പറയും ആ മോൻ പോയിക്കോ, അങ്ങനെയാണ് മച്ചാണ് പറഞ്ഞിട്ട് പൈസ കൊടുക്കും. പൈസ കൊടുത്തിട്ട് എന്ത് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാലോ വിചാരിച്ച് പോയിക്കോട്ടെ. അപ്പൊ ഞാൻ പോയി ചോദിക്കുമ്പോ ഇവര് രണ്ടാളും പറയും എന്താ കേൾക്കണം, ഇവരെന്നോട് പറയാണ് എന്താ നീ പോയിരുന്ന് പഠിക്കടി, എനിക്ക് ഇതിനുള്ള ടൈം ആയിട്ടില്ല. അപ്പൊ നമുക്കൊന്നും പോവാൻ പറ്റൂലേ? പോവാൻ പറ്റും. 10-ലോട്ടാവുമ്പോ 10ാം ക്ലാസ്സിലാവുമ്പോ പോകാൻ പറ്റും. ആവട്ടെ. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പൊ ഞാൻ 6th-ലാണ്. അയ്യോ, നീ കിടക്കുന്ന സമയം. ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് വിടും നമ്മൾ. ഇനി എത്രയുണ്ട്? ഇനി 7th ഉണ്ട്, 8th 8th ഉണ്ട്, 9th ഉണ്ട്, പിന്നെ 10th ഉണ്ട്. അല്ല ഇപ്പൊ ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കടയിലേക്ക് വരെ പോവാണെങ്കിൽ സമ്മതം മേടിച്ച് എന്താ അതിനുള്ള എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ടേ പോവാം. ചേച്ചി തുറന്ന് സമ്മതം വേണം. പക്ഷെ പോവാൻ പറ്റൂല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ വീടാണെങ്കിൽ ഇവിടെയാണ് കട, അത്രേ ഉള്ളൂ. അതാണ് അമ്മയുടെ പക്ഷെ അച്ഛന്റെ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോയില്ലേ? എന്റെ കസിൻ ഉണ്ട്, ആയാൻ, അവന്റെ കൂടെ ഞാൻ പോകും. അതാ അവര് ശ്രദ്ധിക്കുന്ന പട്ടിയുള്ളതുകൊണ്ട് എനിക്ക് പേടിയാ. പട്ടി ഉള്ളതുകൊണ്ട് പേടിയാ. ചേച്ചി ആൾക്ക് കുറച്ച് കുശുമ്പാണ്. കുശുമ്പാണോ ചേട്ടനോട്? ഏട്ടനെ കുറച്ചെടുത്ത് കൊഞ്ചിക്കുമ്പോഴോ ഉമ്മ കൊടുക്കുമ്പോഴൊക്കെ ആൾക്ക് കുശുമ്പ് വരും. അപ്പൊ ചേട്ടൻ ഉമ്മ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനൊന്നും പാടില്ല. ചേട്ടനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. എന്തായാലും ചേട്ടൻ കേൾക്കും ടെലികാസ്റ്റ്. അതാണ് പേടി. തിരിച്ചു വീട്ടിൽ പോവാനുള്ളതല്ലേ. അപ്പൊ അഖേതി, ഓ എന്തോ നമുക്ക് ഈ അടിയൊക്കെ അങ്ങ് തീർക്കണ്ടേ ചേട്ടനായിട്ടുള്ളത്? സോൾവ് ചെയ്യണം. ഇപ്പൊ എന്തായാലും 6ാം ക്ലാസ്സിലല്ലേ, നമുക്കൊരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോ ഇതൊരു സമയമുണ്ടല്ലോ. അതെ ആവശ്യം പോലെ സമയമുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് അതൊക്കെ മെല്ലെ അങ്ങ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ഓക്കെ. യെസ്. 10-ലോട്ട് എത്താൻ ഇനി 4 വർഷമുണ്ട്. എന്നിട്ടല്ലേ എല്ലാവരുടെയും പോകാൻ പറ്റൂ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ? സാരമില്ല. എന്തായാലും ഈ പാട്ടിന് നമ്മുടെ അഗൈതി കുട്ടിക്ക് it is 95 out of 100. താങ്ക് യു. കുട്ടി എന്തോ പോയി ഗുഡ് ഗേൾ ആയിട്ട് പാട്ട് പഠിക്കണം. വേഗം 10ലേക്ക് എത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ. അടുത്ത പാട്ടിന് നമുക്ക് കിഡിലും മാർക്ക് വാങ്ങണം. Okay. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ബൈ. ഇനി വരാൻ പോകുന്നത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ടോപ്പ് സിംഗറിന്റെ ഒരു കുഞ്ഞുമണി, നമ്മൾ പറയുന്ന പോലെ ഒരു മണിമുത്തെത്താൻ പോവാണ്. എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. മിനുട്ടിൽ പറഞ്ഞ എസ്ത്ര പറഞ്ഞെന്ന്. അതെ, പക്ഷെ ഇതൊരു ഇതൊരു ടീച്ചറാണല്ലോ. ഒരു ചേച്ചി. ആ ടീച്ചറാണോ? ഹായ് ടീച്ചർ. ഹലോ, ഗുഡ് ഈവനിങ് ടീച്ചർ. ടീച്ചർക്ക് കുറെ മുടിയുണ്ടല്ലോ ഇപ്പൊ, അല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ആ കാർക്കൂന്തൽ കണ്ടില്ലേ? അതെ, പക്ഷെ ടീച്ചർ മൂടി വെച്ചതാ. പറയല്ലേ, എന്ത് വെച്ചതാണ്? വെപ്പുപൊടി വെച്ചതാ. വെപ്പുപൊടിയാണോ? ഓ അത് ശരി. ടീച്ചർ പാട്ട് പാടാൻ വന്നാ ആണോ? ആണ്. കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്ക് കിട്ടി? 98. 98. 98. ഓക്കേ, 98. അത് ഭയങ്കര മാർക്കല്ലേ? ഇപ്രാവശ്യം എത്ര ആയിരിക്കും മാർക്ക്? 100. Yes, already നല്ല കോൺഫിഡൻസ് കൂടി വന്നിരിക്കണേ. ടീച്ചർ. അതിന് മുന്നേ ടീച്ചർ പാടാൻ തുടങ്ങുന്നതിന് മുന്നേ ആ. ഞാൻ ഒരു പ്രൊഫൈൽ വീഡിയോ കാണിച്ചു തരാവേ. ഓക്കെ.
പുതുമലരേ പുന്നാരമലരേ. നീ എത്ര വട്ടം പാട്ട് പാടി കൊടുത്താലും കൊച്ചാണായാലും പെണ്ണായാലും അതെന്നെ പോലെ ഡാൻസുകാരൻ തന്നെ ആയിരിക്കും. പാട്ടുകാർ തന്നെയാണ് സജി. തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ച് മോഹിച്ച് തപസിരുന്ന്. ഹായ്, ഞാൻ എസ്തർ സജീവ്. അയ്യോ. എനിക്ക് 7 വയസ്സാണ്. ഞാൻ എറണാകുളം ആലുവയിൽ നിന്നാണ് വരുന്നത്. പല്ലു നോക്കി. എനിക്ക് ഒരു അനിയനുണ്ട്, എബൻ. ഭയങ്കര വികൃതിയാ. ഒയ്യോ. അയ്യോ, നല്ല രസം. തമ്പ്രാൻ കൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്. മോള് പാടിക്കോ. ദാഹിച്ച് മോഹിച്ച് തപസിരുന്ന്. എൻ്റെ മോള് ജനിച്ചിട്ട് 49 ദിവസമേ ആകെ ആയിട്ടുണ്ടായുള്ളൂ. കണ്ണടച്ച് തുറക്കണതിന് മുമ്പാണ് വെള്ളം വീട്ടിലോട്ട് ഇരച്ചു കയറിയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അരക്ക് മുകളിലോട്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് സജി കുഞ്ഞിനെ തലക്ക് മീതെ പൊക്കി പിടിച്ചാണ് അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത്. ശക്തമായ കൊടുങ്കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു, ചുറ്റും വെള്ളം. എങ്ങോട്ട് പോകുമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ ഒരു കരക്കെത്തി. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ പാട്ടും പഠിച്ചു, പപ്പയുടെ ആഗ്രഹം പോലെ ഞാൻ ഡാൻസും പഠിച്ചു. ഞാൻ എസ്തർ സജീവ്. ഇനി മുതൽ ടോപ്പ് സിംഗർ സീസൺ 6 നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ഓ, മിടുക്കി. ആ AI കൊള്ളാട്ടോ. അയ്യോ, സൂപ്പറായി. അതെ, വെരി നൈസ്, വെരി നൈസ്. ഓ, അടിപൊളി അടിപൊളി. ഒരു വെള്ളപ്പൊക്കം ഇപ്പോഴും അതിന്റെ ഭീതി നമുക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ വന്ന് കയറിയ ആ ഒരു സമയം എന്നുള്ളത് എങ്ങനെയാണ് ആ സമയത്ത് അതിനെ അതിജീവിക്കാനായിട്ട് പറ്റും? തരണം ചെയ്തതെന്ന് വെച്ചാൽ വൈഫ് ഡെലിവറി കഴിഞ്ഞ് വൈഫിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലും രാവിലെ ആഗസ്റ്റ് 15-ാം തീയതി ആയിരുന്നല്ലോ ഈ സംഭവം. അപ്പോൾ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് സജി ഇങ്ങനെ വെള്ളം കയറി തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതങ്ങനെ നമ്മൾ സ്വാഭാവികമായി ഇടയ്ക്ക് കയറാറുണ്ട്, ആ ഒരു ഇതിലിരുന്നു, അങ്ങനെ അധികം കയറില്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ടാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിളിച്ച് കരയണേണ്, സജി വീടിൻ്റെ മുറ്റത്ത് വരെ എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വരാം, വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ പൊക്കോ, കൊച്ചിനെ അവളെ എവിടെയെങ്കിലും എത്തിക്ക് സേഫായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പെട്ടെന്ന് ചെന്ന്, അപ്പോൾ വിജിയുടെ അമ്മ പറഞ്ഞു കയറില്ല ആയിരിക്കും എന്നങ്ങനെ വിജിയുടെ അമ്മയും പറഞ്ഞ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ വേറെ ഇവളുടെ അച്ചാച്ചൻ്റെ വീടുണ്ട്, അങ്ങോട്ടേക്ക് മാറി ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അച്ചാച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ് മട്ട് കണ്ടിട്ട് ആകെ ഇതാണ്, സിറ്റുവേഷൻ മോശമാണെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പരിസരത്തുണ്ടായി എല്ലാവരും പോയി, ഞങ്ങൾ മാത്രം ഉണ്ടായുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവള് റെസ്റ്റ് അല്ലേ, ഒന്നാമത്തെ സിസേറിയനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ നെഞ്ചിൻ്റെ അവിടെ വരെ വെള്ളമായി. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചൊരിഞ്ഞ മഴ, ഭയങ്കര ചൊരിഞ്ഞ മഴയായിരുന്നു, ഭയങ്കര കാറ്റും. അന്നേരം ഒരു 6 മണി 7 മണിയുടെ അടുത്താണ് ഞങ്ങൾ ഇറങ്ങണേ, ആരും ഇല്ല റോട്ടിലെങ്ങും. അപ്പോൾ ഈ റോട്ടിൽ വല്ല കുണ്ടും കുഴിയും ഉണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് കുടയും ചൂടിക്കൊണ്ട് ഇങ്ങനെ നിരങ്ങിയാണ് പോണത്. എങ്ങനെ എൻ്റെ കാലൊന്ന് സ്ലിപ്പായി, ഭയങ്കര പേടിച്ചാണ് ഞാൻ പോയത്, എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ഹൈവേ ചെന്ന്, വരാപ്പുഴ ഹൈവേ ചെന്ന് ഒരു പരിചയക്കാരൻ ഓട്ടോ കിട്ടി, അനൂപ് എന്ന് പറഞ്ഞ ആള്, ഒരിക്കലും മറക്കില്ല. അവിടെ ഇവിടെ നിന്നൊക്കെ വെള്ളം കയറിയാണ്, നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം എന്ന് ചോദിച്ച്.
ചൊവ്വര എന്ന് പറഞ്ഞ ഇവിടെ ഒരു ആൻറ്റിയുടെ വീടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഇത്തിരി ഹൈറ്റുള്ള സ്ഥലമാണ് ആലുവ ചൊവ്വര. അപ്പം അങ്ങോട്ടേക്ക് പോകാനാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും കയറ്, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കാണ്ട് പറ്റുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഓട്ടോ കയറി. റോട്ടിലൊക്കെ വെള്ളമാണ്. അപ്പം ഹമ്പും ഒക്കെ ചാടിയപ്പോൾ വൈഫും ഞങ്ങളെ കൂടി കരയണമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒത്തിരി പെയിൻ ഉണ്ടാവണമായിരുന്നു. അപ്പം നടുവേദന എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നീ സമാധാനിക്ക്, ദൈവം ഒരു വഴി കാട്ടിത്തരുമെന്ന് ഞാൻ പറയണമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ചൊവ്വര എത്തിച്ചു ദൈവം. എന്തായാലും രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു പ്രോഡിജിയാണ്. അതെ അതെ, ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. സത്യം, ആ കുഞ്ഞിനെ നമ്മൾ ടോപ്പ് സിംഗറിലൂടെ നമ്മൾ വളർത്തി എവിടെയാണോ എത്തേണ്ടത് ആ ഇടത്തേക്ക് എത്തിക്കും. അതിനെപ്പറ്റി ഒരു സംശയമില്ല. യെസ്, അതിന്റെ തുടക്കമാണ്. അതെ അതെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ബിഗിനിങ്. ഒരു വലിയ തുടക്കമാണ് തീർച്ചയായിട്ടും. നമ്മുടെ എസ്തർ കുട്ടിക്ക് ഭയങ്കര മിടുക്കിയാണ്. താങ്ക് യു. മാത്രമല്ല ഈ 7 വയസ്സിൽ തന്നെ പാടുന്നതിലും മെച്ചൂരിറ്റി ഉണ്ട്, അതുപോലെ ചിന്തകളിലും മെച്ചൂരിറ്റി അതെ. ഉണ്ട്. അത് വളരെ റെയറാണ്, എല്ലാവർക്കും അതെ. കിട്ടുന്നതല്ല. അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എസ്തറിന് ഒരു ലോങ് ജേർണി ഉണ്ട് ഇൻ മ്യൂസിക്. അപ്പോൾ താങ്ക് യു സർ. തീർച്ചയായിട്ടും ഈ തുടക്കം തന്നെ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. യെസ്, ഓൾ ദി ബെസ്റ്റ് Thank എസ്തർ you. കുട്ടി. ഏത് പാട്ടാ? ഉള്ളിൽ കൊതി വിടരും. ഉള്ളിൽ കൊതി വിടരും എന്താണ് ആ പാട്ടാ? ആ. ഓക്കെ, പെർഫോമൻസ് റൗണ്ട് അതെ അതെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചക്രി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഉളിക്കണ്ണുള്ള പ്രിയവദനേ. മിണ്ടാൻ മടി മനസ്സിലെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനേ. കരളൻ കൊമ്പിളിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇന പോലെന്നും ഇവളിനിതാകലോലമായ മോഹിനിയേ. ഉള്ളിക്കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനേ. ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നോട കൊണ്ടെന്നെ നീ മൂടിയോ. ആ ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നോട കൊണ്ടെന്നെ നീ മൂടിയോ. അകമെന്നൊരു പന്തൽ മേയുകയോ തകിലിന്റെ സ്വരങ്ങൾ മീട്ടുകയോ മോഹം തൊള്ളിച്ചാടും മാൻകിടയോ. ഉള്ളിക്കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവദനേ. പഞ്ചാര മണലിൽ പാൽ തളിക്കും അലകൾ കൊഞ്ചുന്ന ശീലെന്ന് നീ ചൊല്ലിയോ. ആ പഞ്ചാര മണലിൽ പാൽ തളിക്കും അലകൾ കൊഞ്ചുന്ന ശീലെന്ന് നീ ചൊല്ലിയോ. ഇരുകാതിനതെന്നും തേൻമൊഴിയോ ഒരു കാതടയിൽ തേൻമഴയോ കൂട്ടായി ചെല്ലക്കണ്ണം നീയല്ലയോ. ഉള്ളിക്കൊതി വിടരും എന്താണ് ഒളിക്കണ്ണ് പ്രിയവദനേ. കടലിൻ കൊമ്പിളിൽ കുളിരൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇന പോലെന്നും ഇവളിനിതാകലോലമായ മോഹിനിയേ. ഈ 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ പാടുന്നതിന് ഒരു അതെ. ബിഗ്
ഇത് ആക്ഷൻ സോങ് പോലെയൊക്കെ ആയിരുന്നു. അതെ അതെ അതെ. മറ്റേ ഇത് ഇങ്ങനെ അത് കൊള്ളായിരുന്നേ. ആ ജിഞ്ചക്ക ജിഞ്ചക്ക ചാ ജിഞ്ചക്ക ജിഞ്ചക്ക ചാ അതിന്റെ കൂടെ എങ്ങനെയായിരുന്നു? 1 2 3 4 ജിഞ്ചക്ക ജിഞ്ചക്ക ചാ ജിഞ്ചക്ക ജിഞ്ചക്ക ചാ. അയ്യോ ആ മുടിയൊക്കെ ഞാൻ വെച്ച് പാറിപ്പോകുന്ന ഇങ്ങനെ ആക്കിയപ്പോ ഇതിന്റെ ഇടയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്ത് രസത്തിലാ പാടുന്നേ. പ്രിയവരനെ പ്രിയവരനെ അങ്ങനെ അതെ, അതെ. പാടിയ എങ്ങനെ പാടിയ? ആഹാ. സ്റ്റക്കറ്റോ ആണ്, സ്റ്റക്കറ്റോ. ഉം. ഇങ്ങനെ കട്ടായി നോട്ട്സ് പാടുന്നതിനാണ് സ്റ്റക്കറ്റോ എന്ന് പറയുന്നത്. പ്രിയവരനെ എന്ന് പാടിയില്ലേ, അതാണ് സ്റ്റക്കറ്റോ കേട്ടോ. അത് വളരെ നന്നായിരുന്നേ. പിന്നെ അവസാനം ഇത് പാടിയില്ലേ, മോഹം തുള്ളിച്ചാടും മാൻപേടയോ എന്ന് പാടില്ലേ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പാടി അവസാനിപ്പിക്കാൻ പറ്റുന്നത്? അത് ഒന്ന് പാടിക്കേപ്പിച്ച്. മോഹം തുള്ളിച്ചാടും മാൻപേടയോ ആ കൂട്ടായി ചെല്ലക്കണ്ണൻ. കൂട്ടായി ചെല്ലക്കണ്ണം നീയല്ലയോ. ആ അവിടെ ചെയ്യുന്നത് നീ അല്ലടാ. അത് കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. ആ ഈ പാട്ട് പാടാനായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, ദ സ്റ്റൈൽ ഓഫ് ഇറ്റ്, Yes, yes. അത് ഗംഭീരമായിട്ട് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. അത് ചെറിയൊരു കാര്യമല്ല. എനിക്ക് അത്ഭുതമാണ് ശരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളിലാണ് ദൈവത്തെ കാണുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് ചിലപ്പം എസ്തറിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ്. അതെ. ഇവിടെ കേട്ടോ, സൂപ്പറാണേ. താങ്ക് യു. അത്ഭുത കുട്ടി, എന്താ എസ്തർ കുട്ടി, എന്താ? എന്ത് രസാ പാടുന്നേ കേക്കാൻ. താങ്ക് യു. അതിനേക്കാളും രസമാണ് ഡാൻസ് കളിക്കുന്നത് കാണാൻ. ഇഷ്ടാണോ? ഏതാ കൂടുതൽ ഇഷ്ടം? പാട്ടും ഡാൻസും രണ്ടും ഇഷ്ടം. അച്ഛനാണോ അമ്മയാണോ എന്ന് ചോദിക്കുന്നതിന്റെ തുല്യാണെന്നുള്ളൂ. എന്ത് രസാ കാണാൻ വേണ്ടിട്ട്. താങ്ക് യു. അടിപൊളി, നന്നായി പാടി. താങ്ക് യു. എനിക്ക് ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ മീനുട്ടി. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഞാൻ പ്രൊഫൈല് കണ്ടപ്പോഴത് പ്രൊഫൈല് കണ്ടപ്പോ ഏതാ ഡാൻസ് അവസാനമില്ലേ, നമ്മൾ പ്രതീക്ഷ അങ്കിൾ ആന്റി എല്ലാവരും വമ്പൻ ഡാൻസ്. അപ്പൊ അങ്കിൾ ആന്റി യു ആർ ബ്ലെസ്ഡ്, ട്രൂലി ബ്ലെസ്ഡ്. താങ്ക് യു. എനിക്ക് വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. എസ്തർ കുട്ടി, എന്താ? ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെ ഇപ്പം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓരോ തവണ പാടുമ്പോഴും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടരട്ടെ. ടോപ്പ് സിംഗറിന്റെ ഫൈനൽ വരെ എത്തട്ടെ. പറ്റുമെങ്കിൽ ഗപ്പും കിട്ടണം നമുക്ക്. ഗപ്പും വാങ്ങിച്ചോണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടീച്ചറേ, എന്തോ? ടീച്ചർ കലക്കിയല്ലോ. താങ്ക് യു. ഹാപ്പി എസ്തർ, താങ്ക് യു. മിടുക്കി കുട്ടിയാ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ എത്രയായിരുന്നു മാർക്ക്? 98 മാർക്ക് കിട്ടിയ ആളാണ് ഈ നിൽക്കുന്നത്. സംഭവമാണ്. അതെ അതെ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഒരു ഗ്ലൂം വന്നുല്ലേ. പാവല്ലേ. അതെ, ആ. ഞാൻ ഇടയ്ക്ക്, പാവമല്ലേ. ഇവിടെ പണ്ട് ഒരു ഗുളുമോൾ ഉണ്ടായിരുന്നു അല്ലേ? ഗുളും വരുന്ന ഒരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് കണ്ണു മിഴിച്ചേ പാടൂ അല്ലേ? അതെ. ആ അപ്പൊ ഇത് ഡാൻസും കളിക്കണം. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സ്റ്റെപ്പ്. ക്യൂട്ടായിരുന്നു കാണാൻ. താങ്ക് യു. ആ ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ടീച്ചർ. അച്ഛക്കും അമ്മയ്ക്കും സന്തോഷായോ? ചേട്ടാ ചേച്ചി ഹാപ്പി അല്ലേ? കരച്ചിലൊക്കെ മാറിയില്ലേ? സന്തോഷായി. അത് കേട്ടാ മതി. എസ്തർ കുഞ്ഞേ, എന്തോ? കഴിഞ്ഞ പ്രാവശ്യം 98 അല്ലേ കിട്ടിയത്? ആ, ഇപ്രാവശ്യം എത്ര ആയിരിക്കും? 100. 100 തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. എസ്തർ കുഞ്ഞിന് ഷുവർ ആയിട്ട് കിട്ടും. അതിന് വരാൻ പോണേ ഉള്ളൂ. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്നും 1 മാർക്ക് കുറവ്. അപ്പൊ എത്രയാ? 9 ആ 7. 97 on 100 for Esther. താങ്ക് യു. ഞാനിവിടെ അല്ല അവക്ക് വരണുണ്ടായിരുന്നു. ഓ അത് ശരി. ഗുഡ് ഗേൾ ആട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ പോയി പാട്ട് പഠിക്കാം നമുക്ക്. ടുട്ടു ടാറ്റാ. See you. ആ ടാറ്റ. നീ അങ്ങനെ പൊക്കോ. അതുപോലെ പൊക്കോ. ആ സ്റ്റെപ്പ് കാണിച്ചു പൊക്കോ. Yes. എങ്ങനെയാത്? ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനേ. യെസ് അങ്ങനെ പൊക്കോ. വീടരുതേ. വെരി ഗുഡ് വെരി ഗുഡ്. ബൈ ബൈ. യുഎയിൽ നിന്നും ഒരാൾ എത്താൻ പോവാണ്. കേൾക്കാം നമുക്ക് പാട്ട്. കേൾക്കാം. പാർത്ഥിവാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. I have
സെൽഫ് ഡിഫെൻസ്. സ്വന്തമായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരാള് ഇതാ വന്നിരിക്കുന്നു. അതെ, അവന്റെ കോൺഫിഡൻസിന്റെ ലെവലാണ് കരാട്ടെ എന്തൊക്കെയാണ് പരിപാടി? കരാട്ടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആണോ? പാട്ട് പഠിച്ചില്ല? പാട്ടൊക്കെ പഠിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം തന്നെ പാട്ട് അത് പാടുന്നത്. പറ. ഏത് ബെൽറ്റാ കിട്ടിയപ്പോ കരാട്ടയില്? ഓറഞ്ച്. ഓറഞ്ച് ബെൽറ്റ്. ഞാനേ ഈ സോഷ്യൽ മീഡിയയില് ഉം. നമ്മുടെ കുഞ്ഞു പാടിയ ഒരു പാട്ട് കേട്ടോട്ടാ, ശരത്തിന്റെ മംഗളങ്ങളരുളി. ആഹാ, ഞാനും കേട്ടു അത്. അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു ഉഗ്രൻ സർ. ഉഗ്രൻ. അതിന് ഇപ്പൊ ഒരു കൈഡ് കൊടുക്കണം. താങ്ക് യു സർ. ഞാൻ ഒരു 500 പ്രാവശ്യം അങ്ങോട്ട് കേട്ടു. എത്ര പ്രാവശ്യം? 500. എന്തുകൊണ്ടാ? അത്രയ്ക്ക് നല്ലതായിട്ട് പാടിയുണ്ട്. അതുകൊണ്ട് മാത്രല്ല, പിന്നെ നമ്മുടെ പാർട്ടി കുട്ടനല്ലേ. അതെ, അതാണ്. നമ്മുടെ സ്വന്തം ഇവിടത്തെ അല്ലേ? അതെ, നമ്മുടെ ആളല്ലേ. ഇവിടുത്തെ കിടാവല്ലേ? ഇവിടുത്തെ കിടാവ്. അതെ. ഇവിടുത്തെ കുഞ്ഞിക്കിടാവ്. കിടാവല്ല, ഒരു മീഡിയം കിടാവ്. എല്ലാത്തിനും എല്ലാം സ്വയം വിലയിരുത്തും. ഒത്തിരി വയസ്സുണ്ടോ? 9 വയസ്സ്. പക്ഷെ എന്നെക്കാളും ഇളയ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ കിടാവല്ല. 4ാം ക്ലാസ്സിലെ മീഡിയം കിടാവ്. ജൂനിയർ കിടാവ്, സബ് ജൂനിയർ കിടാവ്. സബ് ജൂനിയർ. ദുബായ് എന്ന് പറയുന്നു. ദുബായ് നല്ല സുഖമായിട്ട് പോണു. പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വന്ന് അവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പൊ ദുബായ് മിസ് ചെയ്യുന്നില്ലേ? മിസ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ദുബായാണോ ഇഷ്ടം, എവിടെയാണോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്തൊരു കംഫർട്ട് കൂടുതൽ. ഞാൻ അവിടെ ജനിച്ചൊക്കെ വളർന്നത്, അപ്പൊ എനിക്ക് അവിടെയാണ് അറബിയൊക്കെ അറിയായിരിക്കും അല്ലേ? വായിക്കാൻ അറിയാം, പറയാൻ അറിയത്തില്ല, വായിക്കാൻ അറിയാം. മധുവിന്റെ തമിഴും അതുപോലെയാ, വായിക്കാൻ അറിയാം, എഴുതാൻ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ വായിക്കാൻ അറിയാം, എഴുതാൻ അറിയില്ല തമിഴ്. അതെന്താ അങ്ങനെ? അങ്ങനെ പിന്നെ എങ്ങനെ വായിക്കണം? വായിക്കാൻ കുഴപ്പമില്ല, എഴുതാൻ പറ്റില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഏത് പാട്ടാ മോനെ പാടുന്നേ? ഇന്ന് നല്ല ഫീൽ കൊടുത്ത്. ഓ, ഫീൽ പാട്ടാണോ? ഫീൽ പാട്ടാണ്. എന്റെ കടൽ കാറ്റിൻ നെഞ്ചിൽ. ഓ, കടൽ കാറ്റിൻ നെഞ്ചിൽ. യെസ്, കടൽ കാറ്റിൻ നെഞ്ചിലാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ ആലപിക്കാൻ പോകുന്നു. ഇത് പാടി കരയിക്കോ? അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. ഞാൻ ഭയങ്കര ഫീൽ എന്നല്ലേ പറഞ്ഞേ? നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. ഭയങ്കര ഫീൽ എന്നല്ല, അതിഭയങ്കര ഫീൽ എന്നല്ലേ പറഞ്ഞേ? അതിഭയങ്കര ഫീല് യേശുദാസ് സാർ അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുമോന്ന് അറിയത്തില്ല. ആ ഫീലിംഗ് വലിച്ചെടുക്കൂ. എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ. ബഹളം വെക്കല്ലേ? ഡീറ്റെയിൽസ് ഞാൻ ഐശ്വര്യമായിട്ട് ചൊല്ലിത്തരാം. ചൊല്ലിത്തരൂ. സിനിമ ഫ്രണ്ട്സ്. സിനിമ വർഷം 1999. സിംഗർ KJ യേശുദാസ് സാറ്. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാറ്. ലിറിക്സ് കൈതപ്രം തിരുമേനി. വെരി ഗുഡ്. നമുക്ക് തുടങ്ങാം. അയ്യോ, ഒരാളെ പറഞ്ഞില്ല. സിനിമ ഡയറക്ടർ സിദ്ദിഖങ്കിൾ. സിദ്ദിഖങ്ങളും ലാലങ്ങളും ഇല്ലേ? രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ? ഫുൾ നെയിം അല്ല, സിദ്ദിഖങ്ങളും ലാലങ്ങളും. അത് രണ്ടാളാടാ, രണ്ടമ്മമാരത്. ആണോ? ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പൊ ബേണി ഗ്രീഷ്യസ് എന്ന് പറഞ്ഞ ആരാ? രണ്ടാളാ. അതുപോലെ തന്നെ ഇത്. ബേണി ആൻഡ് ഇഗ്നേഷ്യസ്. അതുപോലെ തന്നെ ഇത്. അതുപോലെ സിദ്ദിഖ് ആൻഡ് ലാൽ. ആണോ? ഓക്കേ. ആ സിനിമ പക്ഷെ ഡയറക്ട് ചെയ്ത് സിദ്ദിഖ് മാത്രമാണ്. അപ്പൊ നമുക്ക് എന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. അങ്ങ് തുടങ്ങിക്കളയാ. ഐശ്വര്യമായിട്ട് ആ സീറ്റിൽ പോയി ഇരിക്കുക. സംശയം. ചാച്ചാ കടൽ കാറ്റ്
പാർത്ഥിവ് കുട്ട. താങ്ക് യു സർ. അമ്മ കരയാണോ അവിടെ? എന്തൊരു സങ്കടം വന്നേ ചേച്ചി? എന്ത് പറ്റി ചേച്ചി? ഈ ഫിലിമിലെ പോലെ നമ്മുടെ ലൈഫിലും ശരിക്കും ഫ്രണ്ട്സ് ആണ് ഞങ്ങളെ തിരിച്ചിവിടെ എത്തിച്ചത്. ശരിക്കും പാർത്ഥിവിന്റെ അച്ഛൻ പ്രശാന്തിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. കൈ 2 ഷോൾഡറും ഡിസ്ലൊക്കേറ്റ് ആയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഒത്തിരി സഫർ ചെയ്തിട്ടാണ് പ്രശാന്ത് ഇപ്പോൾ തിരിച്ച് വന്നത്. അപ്പോൾ അത് ഫ്രണ്ട്സ്, ഇപ്പോൾ പാർത്ഥിവും മഞ്ജുവും അവിടെ ഉണ്ടായിരുന്നില്ല, ദുബൈയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോഴാണ് മഞ്ജുവിന് ശരിക്കും വിഷമമാണ്. പറയാൻ പറ്റുന്നില്ല. അത് കാരണം അങ്ങനെ ഒരു ഫ്രണ്ടാണ് ചേച്ചി. അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അവൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. മഞ്ജു, അതിവിടെ നെഞ്ചിൽ കൊണ്ടുപോട്ടോ ഇപ്പൊ പറഞ്ഞത്. അച്ഛന് വയ്യാതായതോടുകൂടി അവൻ പാട്ട് നിർത്തിയതാ. അപ്പൊ ഇവര് പറഞ്ഞു പറ്റില്ല, നമ്മൾ കൂടെ ഉണ്ടാവും. ഒരു പ്രോഗ്രാം പോലും അവന് പോകാണ്ടിരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ ഈ ടോപ്പ് സിംഗർ നിൽക്കുന്നത് ഇവരൊക്കെ അവിടെ ഉണ്ടെന്നുള്ള ബലത്തിലാണ്. അപ്പം വീണ്ടും ഒരു സർജറി വേണം അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വലിയൊരു മേജർ സർജറി ആയിരുന്നു, 6 hours സർജറി ആയിരുന്നു. പക്ഷെ ആളൊരു 3 monthsനുള്ളിൽ തിരിച്ചു വന്നു. ഡോക്ടർ പറയുന്നത് ശരിക്കും ഇതൊരു മിറാക്കിൾ പോലെയാണ്. കാരണം 2 കൈയും കഴിക്കാൻ പോലും പറ്റാണ്ട് ഇതായി. പിന്നെ ഫുൾ ഫിസിയോതെറാപ്പി ചെയ്താണ്. ചേച്ചിയുടെ മോനുണ്ട്, സുബ്രു എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അവൻ ലൈസൻസ് എടുത്തത് പോലും ചേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവനാണ് ഇവനെ കൊണ്ട് നടന്നത് മൊത്തം. അപ്പൊ ഇന്ന് ചേച്ചിയുടെ മുന്നിൽ ഇത് പാടിയപ്പോ കംപ്ലീറ്റ് നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷൻ മൊത്തം ഓർമ്മ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, പാർത്ഥിവ് കുട്ടന്റെ സംഗീതം ടോപ്പ് സിംഗറിലൂടെ ഈ ലോകത്തിന് തന്നെ തെറാപ്പിയായിട്ട് മാറും. അതെ, നമ്മൾ മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? ഈ ലോകം അത്രയും ഇഷ്ടപ്പെടും പാർത്ഥിവിനെ. ഇങ്ങനെ ഈ ലോകം ഹെയിൽ ചെയ്യുന്ന ഒരു സമയം വരും. അതിന്റെ തുടക്കമാണെന്ന് കൂട്ടിക്കൊള്ളു മഞ്ജു. അപ്പൊ അന്ന് ഞങ്ങളെ സഹായിച്ച ചേച്ചി ഉൾപ്പെടെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. അവരൊക്കെ ചേർത്ത് നിർത്തിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കില്ല. പാർത്ഥിവ് മോൻ ഇന്ന് പാടിയ ഇടങ്ങളിൽ അങ്കിളിന് ചില ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടായി. അറിയാമോ അതെന്താന്ന്? രോമാഞ്ചം. ഒരു ശ്രീമാൻ തമ്പി സാർ പറയുന്ന പോലെ രോമാഞ്ച കുട്മളം, അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. രോമാഞ്ചം ഈ പൂമുട്ട് പോലെ ഇങ്ങനെ വിടരുന്നു. കുട്മളം എന്ന് പറയുന്നത്. കുട്മളം തോന്നിയോ മീനൂട്ടിക്ക്? കുട്മളം തോന്നി. അതാണ്. അതെന്താ വെച്ചാ ഇത് പാടിയില്ലേ, അങ്ങകലേ എന്ന് പറഞ്ഞിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ട് ഓ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഇവിടെ അല്ലേ ഇരിക്കണേ, ഞാനിങ്ങനെ ആകാശത്തോട് പറന്നിങ്ങനെ പോവുക. പിന്നെ കുറച്ചു നേരം എടുത്ത് ഇവിടെ വന്നിരിക്കുക. അങ്ങനെ പാട്ട് കുറെ മുമ്പേ പോവുകയും ചെയ്തു. കേട്ടോ മക്കളെ, അത് അസാധ്യമായിരുന്നു. ചരണത്തില് ഇങ്ങിതിലേ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, അത് ഒന്നുകൂടെ കേട്ടോട്ടെ. ഈ സാമഗാന സാന്ത്വനയാമം എന്നുള്ളത് അവസാനം സൈലൻസ് വന്ന് നിന്നപ്പോഴുണ്ടല്ലോ, പിന്നെയും ഗൂസ് ബംസ്. കുട്മളം. എനിക്കെന്തോ ഞാൻ ഈ പാട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചതാ. പ്രത്യേകിച്ച് അമ്മ അതെങ്ങനെയാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? എങ്ങനെയാ കഷ്ടപ്പെട്ടെന്ന് വെച്ചാല് എനിക്ക് ഒത്തിരി തെറ്റ് വരുന്ന പാട്ടായിരുന്നത്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി. ഇതിപ്പോ ഒരു 50 തവണ കൂടുതൽ ഞാൻ കരോക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരു പാട്ടാ. അപ്പൊ എനിക്ക് അത് നല്ലതായിട്ട് പാടാൻ പറ്റിയപ്പോ എനിക്കൊരു സന്തോഷം. അങ്ങനെ ഞാൻ ഒത്തിരി ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുക വരെ ചെയ്തായിരുന്നു. ഇത് പാർത്ഥിവ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ടു അല്ലേ?
ഒരു കാര്യം പറയട്ടെ, ഉം. നമ്മൾ ഓരോ ലൈനും നിർത്തുമ്പോഴത്തേക്കും സസ്റ്റെയിൻ ഉണ്ടല്ലോ, ആ. അത് പെട്ടെന്ന് അങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് നിർത്താം. അബ്രപ്റ്റ് ഉടനെ അങ്ങ് നിർത്താൻ പാടില്ല. സഡൻ ആയിട്ട് നിർത്തരുത്. അത് കുറച്ച് സസ്റ്റെയിൻ കൊടുക്കണം. പാവല്ലേ, കുറച്ച് സസ്റ്റെയിൻ കൊടുക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് ലൈൻ പാടിയേ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. അത് ശ്വാസം കിട്ടാത്തോണ്ടാണല്ലേ? പാവം. അപ്പൊ നെഞ്ചിൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ശ്വാസം എടുത്തത്. നെഞ്ചിൽ കഴിഞ്ഞിട്ട് ശ്വാസം എടുത്താൽ കിട്ടും. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. അത്രയും കിട്ടും. അപ്പോൾ നെഞ്ചിൽ കഴിഞ്ഞിട്ട് ശ്വാസം എടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ട് പാടാം. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കണം. അങ്കിൾ എപ്പോഴും പറയും, ചെറിയ ബ്രത്ത് ആണെങ്കിൽ ബി എന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, കുറച്ചും കൂടെ വലിയ ബ്രത്ത് ആണെങ്കിൽ ബി ബി എന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കുറച്ചും കൂടെ വലുതാണെങ്കിൽ ബി ബി ബി, അങ്ങനെ ബി 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 ബി, പിന്നെ എന്നുള്ള അത്രയും ശ്വാസം എടുക്കണമെങ്കിൽ നമ്മള് ബി 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 അങ്ങനെ പോകും. അങ്ങനെ ശ്വാസം എടുക്കേണ്ടി വരില്ല. പിന്നെ അവസാനത്തെ ശ്വാസമായി. ഈ പരിഭവ ചന്ദ്രൻ എന്ന് പാടിയപ്പോഴത്തേക്കും നോട്ട് ചെയ്തായിരുന്നു കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ബെറ്റർ. അപ്പൊ പാടിയപ്പോ കറക്റ്റ് നോട്ടിൽ വന്നില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. നീ ഒരു അസാധ്യ ടാലന്റ് ആണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യ ടാലന്റ് ആണ്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നിന്നെ, നോക്കിക്കാം. റൈറ്റ്. പാർത്ഥിക്കുട്ടൻ സിമ്പിൾ ആയിട്ടെല്ലാം വീഴും, ഈസിലി. ഞാനും നോട്ടം ഇട്ട് വച്ചിട്ടുണ്ട്. സ്മാർട്ട് കുട്ടിയാണ്, നമ്മുടെ കൂട്ടത്തിലെ സ്മാർട്ട് കുട്ടിയാണ് അല്ലേ? അല്ലേ? അതല്ലേ ഞാന് ഇങ്ങനല്ലേ വെച്ച. അപ്പൊ യെസിന്റെ അർത്ഥം ആണെന്നല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ, വെച്ച് പാമ്പാകും എന്ന് പറയുമ്പോ എടുക്കുന്ന ശ്വാസം നമ്മള് പാട്ട് പാടുമ്പോഴും എടുക്കണം. അപ്പൊ അങ്ങനെ പാടിയാ അടിപൊളിയായിരിക്കും. ഓക്കേ ബോയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ. പാർത്ഥിവ കുട്ടാ, എന്തോ എനിക്കും രോമാഞ്ചം ഉണ്ടായി പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ അങ്ങകലെ പാടുമ്പോഴൊക്കെ. ഇതെങ്ങനെ സംഭവിച്ചു എല്ലാവർക്കും ഒരുമിച്ച് രോമാഞ്ചം? കുട്മളം. അത് പിന്നെ ഒരുമിച്ച് കേൾക്കുമ്പോ പിന്നെ ഒരുമിച്ച് രോമാഞ്ചം വരാതിരിക്കുമോ? ശരിയാ. പാർത്ഥിവ കുട്ട നിസ്സാരക്കാരനല്ലല്ലോ, മിടുക്കനല്ലേ, ഉഗ്രൻ ടാലന്റ് അല്ലേ? താങ്ക് യു സർ. ചില ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി. ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. അതെ, അതിന്റെ ഫിനിഷിങ് കേട്ടോ. അതുപോലെ തന്നെ സന്ധ്യ മയങ്ങി, രാത്രി തളർന്നു, അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ മുഴുവൻ. പിന്നെ പരിഭവചന്ദ്രൻ ഇപ്പൊ MG ഞങ്ങൾ പറഞ്ഞു. പിന്നെ വാടി തളിരുകൾ ഇടറി, അവിടെ ശ്രുതി. പിന്നെ വിതുമ്പുന്നു, വൈശാഖമേ ചരണത്തില് വരൂ വാസന്തമേ വരൂ അത് തന്നെ വൈശാഖമേ. യെസ്, ഇപ്പൊ കറക്റ്റ് ആയി കേട്ടോ. പിന്നെ സാഫല്യ എന്താ പറഞ്ഞേ? സാഫല്യ. ഇത്രയാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് പറയണമെന്ന് തോന്നിയത്. ഫോർ വാട്ട്? ഫോർ മൈ ഇംപ്രൂവ്മെന്റ്. ഞാൻ ഇനി അങ്ങോട്ട് എന്റെ ജേർണിയിൽ ഞാൻ ഈ പാട്ടെങ്ങാനും പാടുവാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. ഈ പാട്ടെങ്ങാനും പാടുമ്പോഴല്ല, ഏത് പാട്ട് പാടിയാലും ശ്രദ്ധിക്കണം. അതെ, ഏത് പാട്ട് പാടിയാലും നന്നായിട്ട് പാടാൻ കൊടുക്കണം. എന്തായാലും കൊടുത്തിരിക്കും. അയ്യോ, എന്റെ മാർക്ക് തന്നിട്ട് മാർക്ക് ഇല്ല. ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മാർക്ക് എത്ര മാർക്ക് വേണം? എത്രയെങ്കിലും തന്നാ മതി. അങ്ങോട്ട് പറ. ഒരു 100 തന്നാ മതി. 100 അറിയാലോ. ഇപ്പം മധുവങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ആര്യ ചേച്ചി പറഞ്ഞു, അന്ന് മനസ്സിലായല്ലോ 100 കിട്ടൂല എന്നുള്ള ഷുവർ അല്ലേ? പിന്നെ 100 ചോദിക്കുന്നത് 99. അതെങ്ങനെയുണ്ട്? അല്ല, ഒരു അഹങ്കാരവും ഇല്ല. ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ മാന്യമായ രീതിയിൽ എത്ര പ്രാവശ്യം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന്? ഒരു 3-4 കാര്യങ്ങൾ. 4 മാർക്ക് കുറക്കണ്ടേ നമ്മൾ? അപ്പൊ ശരിക്കും പറഞ്ഞ 4 മാർക്ക് കുറയ്ക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, 95 ആക്കാം. അല്ലല്ല, ഒരു കോംപ്രമൈസ്. നമുക്ക് എല്ലാത്തിലും കോംപ്രമൈസ്. ഒരു കോംപ്രമൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു പരസ്പരം 99.
99 കിട്ടത്തില്ല. It is going to be 95 98 out of 100 for Parthi. താങ്ക് യു. അപ്പൊ ഡൺ. അടുത്തേല് നമുക്ക് 100 വാങ്ങാം. ബൈ. See you. വെള്ളം അതുപോലെ ഉണ്ടാവും. പറ്റിച്ചതാണല്ലേ. അപ്പൊ ജഡ്ജസ്, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു കിടിലൻ എപ്പിസോഡായിരുന്നു ഇന്ന്. അത് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. നാളെ നമുക്ക് നമ്മളെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടും നല്ല നല്ല കുട്ടികളും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് തൽക്കാലത്തേക്ക് നമുക്കും പ്രേക്ഷകർക്കൊക്കെ ഇനി റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. എല്ലാവരും സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ടാറ്റ ബൈ. സീ യു.